ഒരു അപേക്ഷ അയച്ചിരുന്നു. ഇന്റർവ്യൂവിനുള്ള കത്ത് കിട്ടി. വേണ്ട, എടുക്കണ്ട. പേര് ആനി. ആനി, ഐ എം ഷുവർ യു ആർ ഫിറ്റ് ഫോർ ദ ജോബ്. യു ആർ സെലക്ടഡ്. മദർ, ഇന്റർവ്യൂ ഇറ്റ്സ് ഓക്കെ. താങ്ക് യു മദർ. കമോ. ആനിക്ക് ഇടപെടേണ്ട കക്ഷി സ്വല്പം ബുദ്ധിമുട്ടുള്ള ആളാണ്. ഷീ ഹാസ് സം മെന്റൽ പ്രോബ്ലം. ഒരുപാട് സഹിക്കേണ്ടി വരും. എങ്കിലേ അവളെ നോർമലാക്കാൻ പറ്റൂ. ഞാൻ എന്ത് സഹിക്കാം മദർ? ഒരു കുട്ടിയുടെ ലൈഫിന് വേണ്ടിയല്ലേ? ഇവിടെ ഉള്ളവരെല്ലാം അവളെ കൊണ്ട് മടുത്തിരിക്കുകയാണ്. അവളെ കൊണ്ടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ സന്തോഷമായി കരുതും മദർ. ഗുഡ്, ദെൻ കം അലോങ്. ആനി, ഇതാണ് റോസി. ഇതാണ് പീറ്റർ. ജേസി ബിരുദനെ വിളിച്ചാൽ മതി. അതെന്താ ജേസി? എല്ലാരും ജീസസ് ക്രൈസ്റ്റിനെ നോക്കിയാണല്ലോ മദർ പറഞ്ഞത്. അതുകൊണ്ടാ ജീസസ് ക്രൈസ്റ്റ് പീറ്റർ. ജേസി ഡീൻഷൻ. കൊള്ളാം. നീ എന്താ ക്ലാസ്സിൽ പോകാൻ? പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴേ റോസിയുടെ ഒറ്റയ്ക്ക്. നിന്നെ അവൾ എന്തൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്തിനാ അവളുടെ പുറകെ വരുന്നത്? നീ ക്ലാസ് ഒളിച്ചു പോന്നു അല്ലേ? റോസിയെ നോക്കാൻ ഇവിടെ വേറെ ആളുണ്ട്. നീ പോ. റോസി, ഇതാണ് നിന്റെ ആയ. ഇനി മുതൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഇവര് നോക്കിക്കോളും. ആനി, ഞാൻ പോട്ടെ. റോസി, റോസി ഇനി ആയെന്ന് വിളിക്കോ? ടീച്ചറെന്ന് വിളിക്കോ? ശരി, എന്ത് വേണേലും വിളിച്ചോ. ദേ, എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം. ഞാൻ റോസിയെ കുളിപ്പിക്കും, ഉടുപ്പിടിയിക്കും, മുടി ചീകിത്തരും, ഭക്ഷണം കൊണ്ടുതരും, പഠിപ്പിക്കും, പാട്ടുപാടി ഉറക്കും. ഇന്ന ഇത് പിടിച്ചോ. നല്ല കുട്ടിയല്ലേ? തിന്നു മോളെ. ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെട്ടല്ലോ. എന്താ മോളെ ഇത്? എന്തായത്? അവരെന്തിനാ തല്ലിയത്? അവര് പാവല്ലേ? വേറെ വല്ല ആയന്മാരായിരുന്നെങ്കിൽ ഇപ്പൊ എന്തെല്ലാം തോന്നുണ്ടാക്കിയേനെ. വലിയ തെറ്റായി ചെയ്തത്. മത പറഞ്ഞില്ലേ തെറ്റ് ചെയ്ത മാപ്പ് ചോദിക്കണമെന്ന്. അവരോട് സോറി പറ. വേണ്ട പീറ്റർ, എന്നോട് ആരും സോറി പറയണ്ട. അവൾ എത്ര വേണമെങ്കിലും എന്നെ തല്ലിക്കോട്ടെ. എനിക്കിഷ്ടാ. എത്ര നല്ല ആയ. എന്താ ഉണ്ടായത്? കേറി വന്നില്ല. അതിന് മുമ്പേ ഇങ്ങനെ അതിനെ നേരെയാക്കാൻ ഈശോശോ തന്നെ വന്നാലും ഒക്കത്തില്ല. ആര് വന്നാലും കണക്കാ. അധികാലം പുറത്തു പോകില്ലല്ലോ. എന്തുണ്ടായത്? ഓ, അത് ശരി. പിന്നെ പറയാ. എങ്ങനെ രണ്ടുപേരും തമ്മിൽ അടുപ്പായോ? ഇടയ്ക്കൊന്ന് പിണങ്ങി. ചോക്ലേറ്റ് വലിച്ചെറിഞ്ഞു. ഒരടിയും കിട്ടി. എന്തെങ്കിലും ചോദിച്ചോ? അവളുടെ അമ്മയെ കുറിച്ചോ മറ്റോ? നോ മദർ, അങ്ങനെയൊന്നും ചോദിച്ചില്ല. എനിക്കതേ കുറിച്ച് അറിയില്ലല്ലോ. എങ്കിൽ മോളെ വിളിച്ചോ? ആ, അങ്ങനെ വിളിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾ ദേഷ്യപ്പെടും, ഉപദ്രവിച്ചു എന്ന് വരും. റോസിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആനി അറിയേണ്ടതുണ്ട്.
കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ, അമ്മ, വീട് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. തീർച്ചയായും വേണം. അപ്പച്ചനും അമ്മച്ചിയും മരിച്ചുപോയി. മറ്റു ബന്ധുക്കൾ പറയത്തക്കതായി ആരുമില്ല. ചോദിക്കുന്നുണ്ടെന്നും തോന്നരുത്. എന്നെപ്പോലെ കന്യാസ്ത്രീയാകാൻ ഉദ്ദേശമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ എന്താ ഇങ്ങനെ? മദർ, കഴിഞ്ഞ കാലം എനിക്കൊരു ദുഃഖമാണ്. ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. സുഖു ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവറായിരുന്നു. ഞങ്ങളുടെ ബന്ധത്തെ എന്റെ അപ്പച്ചൻ എതിർത്തു. ഞങ്ങൾ വിവാഹിതരായി. ഇവിടുത്തെ ഉപ്പും ചോർന്നെന്ന് പറഞ്ഞ അവന് ഇത്ര ധിക്കാരമോ? അവനെ ഞാൻ പോട്ടല്ലേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവന് വേറെ ആരുമില്ല താനും. അതിന് ഞാനവനെ കൂട്ട് പിടിക്കണം. നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ഇവിടെ വേറെ ആരാ ഉള്ളത്? ഈ കാണുന്നതല്ല ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം അന്യം നിന്ന് പോയാലും അവരെ ഇനി പഠിക്കാത്ത കേട്ടില്ല. ഇത്രയും വാശി നന്നല്ല. ആണായാലും പെണ്ണായാലും ഒന്നേ ഒന്ന്. നമ്മളിവരോട് സഹകരിക്കുന്നതല്ലേ നല്ലത്. അവളുടെ ഭാഗം പറയുന്ന ഒന്നിനെയും എന്റെ കണ്ണുകൾ കണ്ടുവരുത്. ഓരോ ഞാൻ പോയി വിളിച്ചോണ്ട് വരാന്നേ. ഇങ്ങോട്ട് പോകാനാ പറഞ്ഞത്. നിന്നെ ഞാൻ